ഈ ഫാമിലിക്ക് ഉണ്ടാവുന്ന അതേ ആഘാതം തന്നെയാണ് ആ ഡോക്ടർക്കും ഉണ്ടാവുന്നത്. നമ്മളെ 9 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് നമ്മുടെ കൂടെ അത്രയും അഫെക്ഷനേറ്റായിട്ട് മിക്കവാറും നമ്മൾ അത്രയും സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ സൂയിസൈഡ്സാണ്. ഫസ്റ്റ് ഡെലിവറിക്കായിട്ട് ലേബർ റൂമിൽ കയറുമ്പോൾ അതൊരു എന്താ പറയുക, മാസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ഇവരിതെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം നമുക്ക് ശരിക്കും ഡെലിവറി എടുക്കാൻ വരുമ്പോൾ പിന്നെ ഈ പോസ്റ്റ് ഡെലിവറി ഇത് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ മിനുപ്രിയ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ, ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, കൊല്ലം. ഐ എം ഡോക്ടർ ഏഞ്ചല തെരേസ, പെൽവിക് ആൻഡ് വുമൺസ് ഹെൽത്ത് ഫിസിയോ ആൻഡ് ലാക്ടേഷൻ കൺസൾട്ടന്റ്. PCOS എന്താണെന്ന് പറയാമോ? ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് PCOS. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് OP-യിൽ വരുന്ന പേഷ്യൻസ് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒന്നെങ്കിൽ ഡയഗ്നോസ്ഡ് ആയിട്ടായിരിക്കും അവർ വരുന്നത്. ഒരു സ്കാൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും PCOD എന്ന് പറഞ്ഞിട്ട്. മിക്കതും എനിക്കൊന്നൊരു 14 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള കംപ്ലീറ്റ് ഏജ് ഗ്രൂപ്പിലും നമ്മൾ ഈ പേഷ്യൻസിനെ കിട്ടാറുണ്ട്. സോ അവരുടെ മെയിൻ പ്രശ്നം ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പീരിയഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല, 2-3 മാസം കൂടുമ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. പിന്നെ ഉള്ള പ്രോബ്ലം ഹെയർ ഗ്രോത്ത്, എക്സസീവായിട്ട് മുഖത്തൊക്കെ രോമ വളർച്ച ഉണ്ടാവും. അപ്പർ ലിപ്പിൽ, താടിയിൽ ഒക്കെ നല്ല ഹെയർ ഗ്രോത്ത് വരിക. അതുപോലെ തന്നെ മുഖത്ത് ആക്നെ, ഭയങ്കരമായിട്ട് ആക്നെ സ്കാർസും ആക്നെ ആയിട്ട് വരിക. ഹെയർ ഫോൾ അനുഭവപ്പെടുക. ഇതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ഗെയിൻ വരിക, അല്ലേ? അപ്പം എല്ലാവരും വിചാരിക്കുന്നത് വെയിറ്റ് ഗെയിൻ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ PCOD ഉള്ളത് കൊണ്ടാണ് വെയിറ്റ് ഗെയിൻ വരുന്നതെന്നാണ്. പക്ഷെ ആക്ച്വലി ഇതൊരു മെറ്റബോളിക് പ്രോബ്ലം ആണെന്നുള്ളതും വെയിറ്റ് ഗെയിൻ വരുന്നത് കൊണ്ടാണ് ഓവറീസ് പോളിസിസ്റ്റിക് ആവുന്നത് എന്നുള്ളതും പലരും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ PCOD എന്ന് പറയുന്നതിന് നമ്മൾ ശരിക്കും ക്രൈറ്റീരിയാസ് ഉണ്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ. അപ്പം 1 out of those 3 ക്രൈറ്റീരിയാസിൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് PCOD എന്ന് ഡയഗ്നോസ് ചെയ്യാം. ഇപ്പൊ ഈ ട്രാൻസിഷൻ ഓഫ് നെയിം വന്നിട്ടുണ്ടല്ലോ, PMOS. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ റീസെൻ്റ്ലി, പണ്ട് മുതലേ നമ്മൾ പറയും PCOD എന്ന് പറയുന്ന പേരൊരു മിസ്നോമറാണ്. അതിൽ പോളിസിസ്റ്റിക്, അതായത് സിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഐഡന്റിഫൈഡ് ആയിട്ട് പേഷ്യൻസിന് അത് സിസ്റ്റുകളാണ്, ഓവറിയിൽ ഉണ്ടാവുന്ന സിസ്റ്റുകളാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ആക്ച്വലി അത് സിസ്റ്റുകളല്ല, അത് ഓവറിയിൽ ഉണ്ടാവുന്ന ഓവേറിയൻ ഫോളിക്കിൾസ് തന്നെയാണ് നീർക്കുമിളകളായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേര് തെറ്റാണെന്ന് നമ്മൾ പണ്ടേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പേര് ചേഞ്ച് ചെയ്യുക, ഓവറോൾ ആ വേൾഡിൽ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ടാസ്ക് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. അപ്പം ആ പേരിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് ഇപ്പോൾ ലാൻസെറ്റിൽ വന്ന ഒരു സ്റ്റഡിയിലാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ആദ്യമായിട്ട് തുടങ്ങിയത്. അതായത് PCOS എന്നുള്ള പേര് മാറ്റി പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, അതായത് അതിനെ ഒരു ബ്രോഡർ സ്പെക്ട്രത്തിൽ, അത് ഓവറിയിൽ ഉണ്ടാവുന്ന ഒരു അസുഖം മാത്രമല്ല, മെറ്റബോളിക്കലി പേഷ്യന്റിന് ഒത്തിരി പ്രോബ്ലംസ് വരും. അതായത് അമിതവണ്ണം ഉണ്ടാകാം, ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഫാറ്റി ലിവർ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് വളരെ അതിൻ്റെ ആക്ഷൻ കുറവാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു ബ്രോഡർ ഡിസീസാണെന്ന്, കുറച്ചും കൂടെ വലിയൊരു അസുഖമാണെന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ റെഫർ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽസ് വേണ്ടി വരുമോ ഇത് ട്രീറ്റ് ചെയ്യാൻ? ഡെഫിനറ്റ്ലി വേറെ ഒത്തിരി പ്രൊഫഷണൽസ്, നമ്മൾ ശരിക്കും ഇതിനൊരു മൾട്ടി ഡിസിപ്ലിനറി കെയർ ആണ് വേണ്ടത്. അല്ലാതെ എപ്പോഴും PCOD-കാരും നമ്മളിപ്പം PCO എന്ന് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ ആദ്യം പോകുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും. അവർ പറഞ്ഞു തരും വെയിറ്റ് കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, ഡയറ്റ് നോക്കണം, പിന്നെ ചില മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമായിരിക്കാം പീരിയഡ്സ് റെഗുലർ ആവാനും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും. പക്ഷേ ഇതിലുപരി ഇതിനൊരു ബ്രോഡർ കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഗ്യാസ്ട്രോ ഫിസിഷ്യനെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ഫാറ്റി ലിവർ ഉണ്ടാകണോ, അപ്പോൾ അതിൻ്റെ ഫെർദർ ഫൈബ്രോസ്കാൻ പോലുള്ള സ്റ്റഡീസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ
ഒരു ന്യൂട്രീഷനിസ്റ്റിനെ പ്രോപ്പർലി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അവരെ കൊണ്ട് അത് ന്യൂട്രീഷണൽ അഡ്വൈസ് പ്രോപ്പറായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് പറയാൻ. ഒരു 10 കിലോ കുറയ്ക്കൂ എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഒരു 10 kg കുറയ്ക്കാൻ എന്തൊരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പ്രോപ്പർ ഡയറ്ററി അഡ്വൈസ് കൊടുക്കുന്ന ഒരാൾ വേണം. അതുപോലെ തന്നെ എക്സസൈസ് നന്നായിട്ട് ഒരു ഗ്രൂപ്പ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റും വേണം. സോ ഇറ്റ്സ് എ വെരി ബ്രോഡർ തിങ്. അതൊരു സിമ്പിൾ ഒരു 1-to-1 ഒരു ഗൈന കൺസൾട്ടേഷൻ മാത്രം തീരുന്ന ഒരു അസുഖം അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫ്രം പ്രഗ്നൻസി എല്ലാവരും ഒരു EDD എക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ മദർ ആൻഡ് ഓൾസോ ഫാദർ ഇവർ രണ്ടിനും കൂടി ട്രൈ ചെയ്യുമ്പോൾ ഈ പ്രഗ്നൻസി ഫുൾ എന്ത് ചേഞ്ചസ് വരുന്നതിലാണ് നല്ലൊരു പ്രോ ആക്റ്റീവ് ആയിട്ടൊരു ബർത്ത് ഔട്ട്കം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇഫ് ഗൈനക്കിനെ മാത്രം റിലേ ചെയ്യാതെ വാട്ട് ദാറ്റ് മദർ ക്യാൻ ഡു ആൻഡ് ഓൾസോ ദാറ്റ് ഫാമിലി സോ മെനി തിങ്സ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര, ഇപ്പം പ്രഗ്നൻസി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മളൊരു ഗൈനക്കിനെ കാണണം. ഓക്കെ, അത് ശരിയാണ്, ഒരു പക്ഷേ ഗൈനക്കിനെ കാണണം, നമുക്കെല്ലാം നോർമൽ ആണോ എന്നുള്ളത് നോക്കണം. വെതയോ പ്രഗ്നൻസി നന്നായിട്ടാണോ പോകുന്നത്, വേറെ എവിടെ അല്ലല്ലോ, എക്ടോപിക് പ്രഗ്നൻസീസ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും. പക്ഷേ ഒരു ബ്രോഡർ ടേമിൽ ഇഫ് യു തിങ്ക്, പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ജേണിയാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു മദർ ആകുകയാണ്. അപ്പം അതിൽ ഒത്തിരി സാക്രിഫൈസസ് വേണം, ഒത്തിരി ചേഞ്ചസ് നമ്മുടെ ബോഡിയിലൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ കൂടെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഭയങ്കരമാണ്. അപ്പം ഈ ഒരു ട്രാൻസിഷനിങ് ടൈമിൽ, ദാറ്റ് ഈസ് ഫ്രം എ ലേഡി ടു എ മദർ, ഒത്തിരി നമുക്കൊരു ഹെൽപ്പ് കൊടുക്കേണ്ടുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഒന്ന് ഐ ഫീൽ ഒരു പ്രോപ്പർ ന്യൂട്രീഷണൽ അഡ്വൈസ് അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കണം. ഒരു ഡയറ്റീഷ്യൻ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ന്യൂട്രീഷണൽ ഒരു കൺസൾട്ടന്റിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എന്താണ്, നമ്മൾ പ്രഗ്നൻസിയിൽ എന്താണ് ഡയറ്റ്സ് എടുക്കേണ്ടത്, ഇപ്പം കുറേ മിത്തുകളുണ്ട്, അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ. അപ്പം നമ്മുടെ വരുന്ന പല പല കോൾസും നമുക്ക് കിട്ടാറുണ്ട്. ഈറ്റിംഗ് ഫോർ ടു ഭയങ്കരമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഏഞ്ചല നമുക്ക് ഒത്തിരി കോൾസ് കിട്ടും. രാത്രി 11 മണി 12 മണിക്കൊക്കെ വിളിച്ചിട്ട് ഇന്നത് കഴിക്കാമോ, ഞാൻ ഡേറ്റ്സ് കഴിക്കാമോ. എന്നെ ഉണ്ടല്ലോ രാവിലെ ഞായറാഴ്ച രാവിലെ ഇരിക്കും. നമ്മളെ ഞായറാഴ്ച മാത്രമാണ് ആകെ ഒരു റെസ്റ്റിംഗ് ഡേ. ബട്ട് ഈവൻ ആ ദിവസം പോലും 5 മണിക്കൊക്കെ കോൾസ് വരും, മാഡം ഞങ്ങൾക്ക് ഇത് കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പ്രോപ്പർ അവർക്കത് അഡ്വൈസ്, ന്യൂട്രീഷണൽ അഡ്വൈസ് പ്രോപ്പർലി ലഭിച്ചു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു കുറേ നമുക്ക് ആ വെയിറ്റ് ഗെയിനിൻ്റെ കാര്യമായാലും അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ യൂഷ്വലി കാണുന്നൊരു പ്രക്രിയ ഉണ്ട്. ഒരു 40 കിലോയിൽ ഒരു ഗർഭിണി വരും. പക്ഷേ ഈ 40 കിലോ ഉള്ള ഗർഭിണി ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഷിൽ ബി അറൌണ്ട് 75 to 80 kg. ദറ്റ് ഈസ് അത്രയും വെയിറ്റ് ഗെയിൻ ആണ് പലപ്പോഴും പ്രഗ്നൻസിയിൽ ചിലർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ഫേസ് ആണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇവരെല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ ഏറ്റവും നല്ല കലോറി ഡെൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ന്യൂട്രീഷണലി അഡിക്വേറ്റ് ഒന്നും ആയിരിക്കണമെന്ന് പോലുമില്ല, ബട്ട് ദിൽ ടേക്ക് എ ലോട്ട് ഓഫ് ഫുഡ് ആൻഡ് ദിൽ പുട്ട് ഓൺ ലോട്ട് ഓഫ് വെയിറ്റ്. പിന്നെ ഈ പോസ്റ്റ് ഡെലിവറി ഇത് കുറച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. അപ്പം നമ്മളെപ്പോഴും ആദ്യം വരുമ്പോഴേ പറയും ഒരു നല്ല വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഒരു 12 to 15 കിലോഗ്രാം ആണ്. അതിൽ എബവ് നമ്മൾ വെയിറ്റ് ഗെയിനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് കുറച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ചിലർ എന്നോട് തർക്കിക്കാറുമുണ്ട്. ചിലർ ചോദിക്കും, അതെന്താ ഡോക്ടറെ, ഇവിടെ ഓൾറെഡി വെയിറ്റ് ഇപ്പോൾ 50 കിലോ ഒക്കെ ഉള്ള ഒരു വെയിറ്റ് കുറവല്ലല്ലോ, നോർമൽ വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ BMI ഉള്ള ഒരാളാണ്. എന്നാൽ പോലും ഈ അമ്മമാര് ചോദിക്കും, ഫുഡ് കൂടുതൽ കൊടുക്കണ്ടേ, കുഞ്ഞുള്ളതല്ലേ. അപ്പൊ ആദ്യത്തെ 3 മാസം നമ്മൾ സാധാരണ വെയിറ്റ് കുറയുക ചെയ്യുന്നത്. ബട്ട് ഈവൻ ആ പീരീഡിൽ പോലും അമ്മമാർക്ക് ഭയങ്കര സങ്കടമാണ്, അയ്യോ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയും, ആദ്യത്തെ 3 മാസം നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വെയിറ്റ് കുറയുക ചെയ്യാറ്. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കഴിച്ചാൽ മതി, ഓവർ ഈറ്റ് ചെയ്യേണ്ട, ഫോഴ്സ് ഫീഡ് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ബട്ട് സ്റ്റിൽ ദർ ഓൾ വെരി വറീഡ്, പിന്നെയും ഫുഡ് കഴിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെയാണ് ഈ വെയിറ്റ് ഗെയിൻ. അപ്പോൾ ഈ ഈറ്റിംഗ് ഫോർ ടു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. 2 പേർക്ക് വേണ്ടി കഴിക്കുകയല്ല, കുഞ്ഞിന് ന്യൂട്രീഷണലി അഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ്, നല്ല ആഹാരം കൊടുക്കുക. അപ്പം അല്ലാതെ ജങ്ക് ഫുഡും ഉള്ള പാക്കേജ്ഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡും കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് അമ്മമാരും മനസ്സിലാക്കണം, ഗർഭിണികളും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റിലേ പോവാവുള്ളൂ.
ഫിസിക്കലി പ്രഗ്നൻസിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു ഔട്ട്കമ്മിൽ എന്തൊരു ഡിഫറൻസാണ് വരുന്നത്? മീൻസ് ലേബർ റൂമിൽ ആസ് സച്ച് എക്സസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബർത്ത് എഡ്യൂക്കേഷൻ എടുക്കുന്ന ഒരാൾക്ക് എന്തൊരു വ്യത്യാസമാണ് നോർമൽ മദേഴ്സ് എന്ന് വരുന്നത് ആസ് എ ഗൈനക്? യെസ്, അപ്പം നമ്മൾ റൊട്ടീനായിട്ട് വി കണ്ടക്ട് ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്. ഇപ്പം മദേഴ്സിന് ഒരു വലിയ ലാർജ് സ്കെയിൽ അല്ലെങ്കിലും നമ്മളൊരു 10-15 മദേഴ്സിന് വി കണ്ടക്ട് സ്മോൾ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്. വി ടെൽ ദം എന്തൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട എക്സസൈസസ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കൊടുക്കുക. അതൊരു ഭയങ്കര ഒരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് തിരക്ക് കാരണം പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ഒരു പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ആസ് എ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ആക്ച്വലി ക്യാൻ ഡു വണ്ടേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും റിഗാർഡിങ് എക്സസൈസ്. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ ഈ ലേബർ റൂമിൽ കയറുമ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡെലിവറിക്കായിട്ട് ലേബർ റൂമിൽ കയറുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു ബിഗ് സർപ്രൈസ് ആണ്, ഒരു മാരത്തോൺ ആണ്. അപ്പം നമ്മളൊരു പെട്ടെന്ന് ഒരു ദിവസം ഒരാളോട് ഒരു മാരത്തോൺ ഓടാൻ പറഞ്ഞാൽ ഓടാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിനു മുമ്പേ കുറേ മുന്നൊരുക്കങ്ങൾ ചെയ്യണം. അതേപോലെ ഈ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ആ ഒരു ഈ പോർഷൻ, അതായത് ഡെലിവറി പ്രോസസ്സ് നന്നായി പോകണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനൊരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ വുഡ് ഡെഫിനറ്റ്ലി, കാരണം ഒരു പ്രൊഫഷണൽ ആയിരിക്കണം ഹു ഇസ് ഡീലിംഗ് വിത്ത് ഇറ്റ്. അല്ലാതെ ഇപ്പം സാധാ ഒരു ജിമ്മിൽ ഒരു ആള് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് വി കനോട്ട് ഗോ. ബട്ട് ഒരു പ്രോപ്പർ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ക്യാൻ ആക്ച്വലി വർക്ക് വണ്ടേഴ്സ് ഫോർ എ ഡെലിവറി, എസ്പെഷ്യലി നമ്മളുടെ ഈ ഒരു പ്രോസസ്, ആക്റ്റീവ് ഡെലിവറി പ്രോസസ്. കുറച്ചും കൂടി ഈ പുഷിംഗ് ടെക്നിക് ആൻഡ് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ അവയർനെസ് ഉണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ലമാസിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ഇവരിതെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്ക് ശരിക്കും ഡെലിവറി എടുക്കാൻ വരുമ്പോൾ ഇറ്റ് ഇസ് എ വെരി ഈസി ടാസ്ക്. കാരണം അവര് അത് പ്രോപ്പറായിട്ട്, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഹൗ ദേ ഡു ഇറ്റ് എന്ന്. കാരണം വളരെ എഫിഷ്യന്റ് ആയിട്ട് അവർ ആ റെസ്റ്റ് ചെയ്യേണ്ട ടൈമിൽ ദേ വിൽ ടേക്ക് റെസ്റ്റ്. ആ റെസ്റ്റ് കഴിയുമ്പോൾ വെൻ ദ പെയിൻ കംസ് അവർ പുഷ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ അവർ പ്രോപ്പർലി പുഷ് ചെയ്ത് വെളിയിലോട്ട് എടുക്കുക. ആൻഡ് ദോസ് പീപ്പിൾ അത്രയും ട്രെയിൻഡ് അല്ലാത്ത ആൾക്കാർ വരുമല്ലോ, അത്രയും ട്രെയിൻഡ് അല്ല, അങ്ങനെയുള്ളവരുടെ ആ ഫസ്സും നമ്മൾ കാണാറുണ്ട്. അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എങ്ങനെ കിടന്നാലും കിടക്കാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി ട്രെയിനിങ് ഉള്ളവരും ട്രെയിനിങ് ഇല്ലാത്തവരും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കൊരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേഷൻ കിട്ടുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് അതെനിക്ക് തോന്നുന്നു ഇറ്റ്സ് എൻ അപ്കമിങ് തിങ് എവ്രി വൺ ഈസ് ഗിവിംഗ് നൗ ഡേയ്സ്. സോ ഐ തിങ്ക് ഇറ്റ്സ് കമ്മിങ് അപ്പ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെ പോസ്റ്റ്മോർട്ടം മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ആസ് സൂൺ ആസ് ആഫ്റ്റർ ബർത്ത് എത്രത്തോളം ഇത് നമുക്ക് വേണമെങ്കിൽ പ്രിവെന്റ് ചെയ്യാന്നാണ്, പക്ഷേ ഇത് എത്ര കൂടി ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇസ് എ വെരി ഹ്യൂജ് തിങ് ഇഫ് യു ആസ്ക് മീ. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്, അതായത് ഇപ്പോഴത്തെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലേ, അപ്പോൾ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിലാണ് ഏറ്റവും കുറവ് ഇന്ത്യയിൽ. സോ ഇറ്റ് ഈസ് അറൌണ്ട് 20 to 30. അപ്പം നമുക്ക് കുറച്ച് ഇന്റർവെൻഷൻസ് കൊണ്ടാണ് നമുക്കിത് കുറച്ചെടുക്കാൻ പറ്റിയത്. പണ്ട് കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ഹയർ ആയിരുന്നു, പക്ഷെ ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 100% ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, അതായത് പ്രസവം എല്ലാം ഇപ്പം നമ്മൾ ആശുപത്രിയിലാണ്. വീട്ടിൽ പ്രസവിക്കുന്നവരുടെ എണ്ണം കുറവാണ്, എന്നാലും ചില പ്രസവങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കാറുണ്ട്. അത് സങ്കീർണതകളിലേക്ക് പോകാറുണ്ട്, പല മെറ്റേണൽ ഡെത്ത്സ് വരെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പണ്ട് സംഭവിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരുന്നത്, അതായത് രക്തസ്രാവം അല്ലേ, പ്രസവ സമയത്ത് രക്തസ്രാവം. പക്ഷെ ഇപ്പൊ അതിന്റെ റേറ്റ് ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഇന്റർവെൻഷൻസ് കൊണ്ടാണ്. പല പല പ്രോട്ടോകോൾസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതിലൂടെ പോയാൽ കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്പെസിഫിക് പ്രോട്ടോകോൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അളവ്, അതായത് പോസ്റ്റ്മോർട്ടം PPHന്റെ അളവ് വളരെ കുറച്ചു കൊണ്ടുവരാനും അത് കാരണം ഉണ്ടാവുന്ന മാതൃമരണങ്ങൾ കുറച്ചു കൊണ്ടുവരാനും നമുക്ക് പറ്റുന്നു. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, BP കൂടി പണ്ട് തലയില് രക്തക്ലോട്ട് വന്ന് അങ്ങനെയുള്ള മരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതും നമുക്ക് ഒരു പരിധി വരെ ഏർലിയായിട്ട് കണ്ടുപിടിച്ച് അതിന് മെഡിസിൻ കൊടുത്ത് നമുക്കത് കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മറ്റ് അസുഖങ്ങളാണ്, സെപ്സിസ് പോലെയുള്ള അസുഖങ്ങളാണ്, അതായത് ഇൻഫെക്ഷൻസ്, പിന്നെ അതർ എന്താ പറയാ മറ്റ് അസുഖങ്ങൾ കാരണം വരുന്ന, അതായത് അമ്മയ്ക്കുണ്ടാവുന്ന ഇപ്പൊ ഹാർട്ടിന്റെ പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന മരണങ്ങൾ. വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ സൂയിസൈഡ്സ് ആണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ മെറ്റേണൽ റിവ്യൂസ് നടത്തിയതിൽ സൂയിസൈഡ്സ് അപ്കമിങ് ആണ്. അപ്പം അത് തന്നെ ഒരു വലിയ സംഭവമാണ്. ദാറ്റ് ആക്ച്വലി നമ്മൾ മെന്റൽ ഹെൽത്ത് പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെ ഹെൽപ്പ് ചെയ്യാം ഈ ഒരു
സൂസൈഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ എക്സ്ട്രീമിൽ പോകാതിരിക്കാൻ ഒരു കെയർ പ്രൊവൈഡർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവരെയും കൂടി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അതെ, അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു 5 മിനിറ്റ്സ് ആണ് ഈ ഒരു പേഷ്യന്റിനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലേ ഒരു ഒ പിയിൽ. അപ്പൊ അതിനുള്ളിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ചില സയൻസ് ഒക്കെ പിക്ക് ചെയ്യാൻ പറ്റും. ചില ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചാൽ ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ അവര് 1-2 ചിലരത് നമുക്ക് ഒരു ഐഡിയ തരും. പക്ഷെ എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ നോർമലി ഫങ്ഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഡിപ്രസീവ് പ്രോബ്ലംസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസസ് യൂഷ്വലി ഐഡന്റിഫൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ വീട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ആയിരിക്കും അല്ലെ, ഹസ്ബൻഡ്സോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പൊ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റിഗ്മാറ്റിസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു സ്റ്റിഗ്മയുണ്ട് മെന്റൽ, ഓക്കെ അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ അത് പറയണോ, അതിനെ അഡ്രസ് ചെയ്യണോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ. കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഒരു അതെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാൻ നമ്മൾ പറഞ്ഞാൽ പോലും അതൊരു സ്റ്റിഗ്മയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. എന്തൊക്കെ സയൻസ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടി വരുന്ന ഒരു മദറിന്, ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾ ഫസ്റ്റ് വീട്ടിൽ കാണുന്ന സയൻസ് ബേസിക് ആയിട്ട് എന്തൊക്കെയായിരിക്കും? ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ഒരു മൊത്തത്തിലൊരു ആങ്ഷ്യസ് ഫീല്, നമ്മൾ നോർമൽ അല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു ആങ്സൈറ്റി, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നും. സെക്കൻഡ് തിങ് ഉറക്കക്കുറവ്. പിന്നെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡിസിൻട്രസ്റ്റ്, അതായത് നമുക്ക് എല്ലാം പണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലഷറബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് ഒന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റായിക വരിക. മൂത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നമുക്ക് നോക്കാൻ, ടേക്ക് കെയർ ചെയ്യാൻ പാട് തോന്നുക, ഹസ്ബൻഡ്സിനോട് ദേഷ്യം തോന്നുക, അമ്മമാരോട് ദേഷ്യം തോന്നുക, ഇപ്പൊ മൊത്തത്തില് ഒരു ടെൻഷൻസ് അവരോട് കാണിക്കുക, അതെല്ലാം നമ്മൾ അവരോട് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നണം, അത് ഇങ്ങനെ ഒരു ഗർഭിണിക്ക് ഒരു പ്രോബ്ലം ഉണ്ടോ. പലരും കരച്ചില് പിടിച്ചു വയ്ക്കാൻ പറ്റാതെ എപ്പോഴും, അപ്പം അമ്മമാര് പറയും അവൾ എപ്പോഴും ഇരുന്ന കരച്ചിലാണ് ഡോക്ടറെ, ഒരു സൈഡിൽ മാറിപ്പോയിരുന്ന കരയും. അപ്പം നമ്മളൊന്ന് പ്രോബ് ചെയ്യുമ്പം ആക്ച്വലി ഈ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് നമുക്ക് കിട്ടും, ദറ്റ് അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മളോട് ഇവർ ഓപ്പൺ അപ്പ് ആവും, പക്ഷെ നമ്മൾ സമയം കൊടുക്കണം പേഷ്യൻസിന്. ആ ഒരു ടൈം നമ്മൾ കൊടുത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇവർ നമ്മളോട് ശരിക്കും കുറച്ചും കൂടി മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഡീൽ ചെയ്യേണ്ട ഒരു ഏരിയ 100%. അതെ, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ പ്രോബ്ലം ഇസ് ഇവര് ഇത് വില്ലിങ് ആയിരിക്കില്ല. ഇവര് പറയും ഡോക്ടർ തന്നെ മെഡിസിൻ തന്നാൽ മതി, നമ്മൾ അങ്ങനെ പോകുന്നത് നമുക്ക് എല്ലാവരും അറിയും, അല്ലെ വീട്ടുകാരറിയും. പക്ഷെ അത് ആ ഒരു സ്റ്റിഗ്മയിൽ നിന്ന് ആക്ച്വലി നമ്മൾ വെളിയിലോട്ട് വരണം. അത് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. നമ്മളൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണേണ്ട കേസസ് ആണെങ്കിൽ ഇപ്പം ചെറിയ PPDs ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനോ ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അതെ, അപ്പൊ അത് പക്ഷേ ഒരു ഹയർ ലെവലിലുള്ള സൈക്കോസിസ് പോലെയുള്ള പ്രോബ്ലം ഡെഫിനറ്റ്ലി വിൽ ഹാവ് ടു ഇൻക്ലൂഡ് മെന്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്. അപ്പൊ നമ്മൾ അവരുടെ കൺസൾട്ടേഷൻ കുറച്ചുകൂടി ഒരു ക്യാരക്ടറിനെ ലേബൽ ചെയ്യുന്ന പോലെ ആവും പോസ്റ്റ്മോർട്ടത്തിൽ ഒരു ഡിപ്രഷൻ കാണിക്കുന്നത്. അതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നറിയോ, മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുവരെ ഈ ഗർഭിണിയാണ് ഫോക്കസിൽ. പെട്ടെന്ന് എന്താ പറ്റുന്ന, ഈ ഗർഭിണിയുടെ ഫോക്കസ് അങ്ങ് മാറുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, സഡൻലി ദ ഫോക്കസ് ഷിഫ്റ്റ്സ് ടു ബേബി. അപ്പൊ എല്ലാവർക്കും പിന്നെ കുഞ്ഞിനെ മതി. പിന്നെ ഈ കുഞ്ഞിനെ ഇപ്പൊ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. പിന്നെ ഈ വളരെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രസ്റ്റ് ഫീഡിങ്. ഇത് കഴിഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് അഡ്വൈസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് OP-യിൽ പോസ്റ്റ്മോർട്ടം, അപ്പൊ എനിക്ക് പേഷ്യൻസ് ഉണ്ട്, എന്താണെന്നറിയോ, ഞാൻ ഓൾറെഡി നമ്മൾ ചൈൽഡ് ബർത്ത് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയും ഓക്കെ, ബർത്ത് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ പറയും നിങ്ങൾക്ക് ഉടനെ ആദ്യത്തെ ദിവസം തന്നെ ധാരധാരയായി പാലൊന്നും വഴിയില്ല എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവര് ഈ പോസ്റ്റ് ഓപ്പ് ICUവിൽ കിടക്കും. ഇപ്പോൾ ഒരു സിസേറിയൻ ആണെങ്കിൽ ICUവിൽ കിടക്കുന്ന പേഷ്യന്റ് പോലും അടുത്ത ദിവസം രാവിലെ വരുമ്പോൾ ഡോക്ടറെ പാലില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം. അപ്പൊ ഞാൻ എപ്പോഴും പേഷ്യന്റിനോട് പറയും, ഈ പാല് ഉണ്ടാവുന്നത് ഇറ്റ്സ് ലൈക്ക് അത് പാല് കൊടുക്കുന്നതും, അതായത് ഫീഡ് ചെയ്യുന്ന ആ പ്രോസസ്സും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സും ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എന്താ പറ്റുന്ന, ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത് ഉടനെ നമുക്ക് ഓടിച്ച് വണ്ടിക്ക് പോകാൻ പറ്റില്ലല്ലോ. അതെ, അപ്പൊ നമ്മൾ ആദ്യം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടും, സെക്കൻഡ് ഗിയർ ഇടും, തേർഡ് ഗിയർ ഇടും, പതുക്കെയാണ് നമ്മൾ സ്പീഡ് കൂട്ടി പോകുന്നത്. സിമിലർ ടു ദാറ്റ് ഇത് നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യം. ലാക്ടേഷൻ പ്രൊഫഷണൽസും ആക്ച്വലി
അത് പ്രീ pregnancy. പ്രഗ്നൻസി അല്ല, പ്രഗ്നൻസി ടൈമിൽ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ബർത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനോടൊപ്പം കൊടുക്കുന്ന ഒരു കാര്യമാണ് ലാക്ടേഷണൽ അഡ്വൈസ്. ഈ ലാക്ടേഷണൽ അഡ്വൈസ് എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും ലാക്ടേഷണൽ എക്സ്പേർട്സ് തന്നെ കൊടുക്കണം. നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ബട്ട് മൈന്യൂട്ട് തിങ്സ് ലൈക്ക് ഹൗ ടു യൂസ്, ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു സിൽവർ കപ്സ് എങ്ങനെ യൂസ് ചെയ്യുക, ലാച്ച് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ നമ്മുടെ നിപ്പിളിന്റെ ഇൻവേർഷൻസ് കറക്റ്റ് ചെയ്യുക, അതുപോലെ പമ്പ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഒരാൾ ഇരുന്ന് അത് പറഞ്ഞു കൊടുക്കണം. ഈവൻ ഫോർ മീ ഐ തിങ്ക്, ഞാനൊരു ഡോക്ടറാണ്, എല്ലാം ആണ്, പക്ഷെ എന്നാലും എനിക്ക് പോലും ലാക്ടേഷൻ വാസ് സച്ച് എ ബിഗ് ഡിഫിക്കൽട്ട് ടാസ്ക്. ഇനിഷ്യൽ ടാസ്ക് ഭയങ്കര പാടായിരുന്നു. ഈ ലേണിംഗ് ഫേസിന്റെ ഇടയ്ക്ക് തന്നെ ആക്ച്വലി ഒരു ഡിസ്ട്രപ്ഷൻസ് ആണല്ലോ. ദാറ്റ് മീൻസ് പാലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫീഡിങ് കറക്റ്റ്. അപ്പൊ ഇത് ലേൺ ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്ട്രപ്ഷൻ പോലെയാണ്. ഈവൻ ഇഫ് ദേ ആർ ട്രൈയിങ്. ഭയങ്കര പാടാണ് അത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മമാരെയാണ് നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടത്. ഈ കൂടെ നിൽക്കുന്ന ഹൂഎവർ ദ പേഷ്യൻസ് കെയർ ടേക്കേഴ്സ്, ഈ കെയർ ടേക്കേഴ്സിനാണ് ഇതിൽ ഭയങ്കര റോള്. കാരണം ഈ ചെന്ന് നിന്ന് ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോ, മോക്ക് ഒട്ടും പാലില്ല ഡോക്ടറെ, പാലില്ല, കുഞ്ഞിന് തികയുന്നില്ല. അപ്പം നമ്മൾ ഈ കുഞ്ഞിൻ്റെ വയറ് ഒരു സ്ട്രോബെറിയുടെ അത്രയാണ്, അല്ലെങ്കിൽ ഒരു റാസ്ബെറിയുടെ അത്രയേ ഉള്ളൂ കുഞ്ഞിൻ്റെ വയറെന്നൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. ബട്ട് ശരിക്കും അളവ് അത്രേ ഉണ്ടാവുള്ളൂ. ഇനിഷ്യൽ ഡേയ്സിൽ കൊളസ്ട്രോൾ ആണ് വരുന്നത്, അത് ഒരു ഫ്യൂ ml ഉണ്ടാവുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അതേപോണ്ടാണ് മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിയെടുക്കണം ക്ലാസ്സസിലൂടെ, ലാക്ടേഷണൽ അഡ്വൈസിലൂടെ, ലാക്ടേഷണൽ ക്ലാസ്സസിലൂടെ, ലാക്ടേഷണൽ കൺസൾട്ടന്റിലൂടെ മാറ്റിയെടുത്താൽ മാത്രമേ ഈ ഒരു ഈസി ട്രാൻസിഷനിങ് ടു എ മദർ നടക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു. ഇപ്പൊ നിരവധി മാതൃമരണങ്ങൾ പ്രസവത്തിലൂടെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഹോസ്പിറ്റലിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ഡോക്ടറിനെ ആക്രമിക്കുക, ഇത് എത്രത്തോളം പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി? ചിലപ്പോൾ ഭയം തോന്നാറുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന കേസസ് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഓക്കെ ഇത് നമുക്കും വരാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഒരു പേഷ്യന്റിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ എന്തായാലും നോക്കില്ല. അപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന്. അപ്പൊ ഈ സംഭവം നമ്മൾ 20-30 എന്ന് പറഞ്ഞു അല്ലെ, അത് 1 lakh ലൈവ് ബേർഡ്സിലാണ്. അപ്പോൾ 1 ലക്ഷം ലൈവ് ബേർഡ്സ് ഉണ്ടാവുമ്പോൾ അതിൽ 20-30 അമ്മമാരാണ് മരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും സീറോ ആക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഏറ്റവും ഹയർ സ്റ്റാൻഡേർഡ്സിലാണ് കേരള ഉള്ളത്, എന്നാൽ പോലും അത് നമുക്ക് സീറോ ആക്കി അത് കുറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മാതൃമരണങ്ങൾ പോസിബിൾ ആണ്, പക്ഷെ പ്രിവെന്റബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള മാതൃമരണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് എങ്ങനെയെങ്കിലും പേഷ്യന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ തന്നെയാണ് നോക്കുന്നത്. എന്നാൽ പോലും ചിലപ്പം പേഷ്യന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് ഈ ഫാമിലിക്ക് ഉണ്ടാവുന്ന അതേ ആഘാതം തന്നെയാണ് ആ ഡോക്ടർക്കും ഉണ്ടാവുന്നത്. നമ്മളെ 9 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ്, നമ്മുടെ കൂടെ അത്രയും അഫെക്ഷനേറ്റ് ആയിട്ട് മിക്കവാറും നമ്മൾ അത്രയും സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്കും ഭയങ്കര മെന്റൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിലാണ് ഈ മീഡിയ ഇൻഫ്ലുവൻസസും പിന്നെ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ, ഈ രാഷ്ട്രീയക്കാരായാലും മറ്റ് ഉള്ള പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് കാരണം ഉണ്ടാവുന്ന വലിയ അടികളും, ഹോസ്പിറ്റല് തല്ലി തകർക്കുക, ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുക, വണ്ടിയിൽ തടഞ്ഞു വെക്കുക മുതലായ പല വാർത്തകളും നമ്മളിപ്പോൾ റീസെന്റ് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു റിസ്കി ജോബാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കെയർഫുൾ ആണ്. പക്ഷെ എന്നാൽ പോലും ചില സമയം നമുക്കതൊന്നും പ്രിവെന്റബിൾ ആകാൻ പറ്റില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ.